ഹലോ, എൻ്റെ പേര് ഫാത്തിമ ഷംനാദ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിന്നിവിടെ വന്നിട്ടുണ്ടാവുക എൻ്റെ തമ്മയിൽ കണ്ടിട്ടായിരിക്കും. ഞാൻ എങ്ങനെയാണ് 2 മാസം കൊണ്ട് 8 കിലോ വെയിറ്റ് കുറച്ചതെന്നാണ് ഞാൻ നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്നെ പറ്റി തന്നെ ഒന്ന് പറയാം. ഞാൻ വളരെ ചെറുതിലേ തന്നെ നല്ല വെയിറ്റുള്ള ഒരാളായിരുന്നേ. എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 50 കിലോ 52 കിലോ ഇതിൻ്റെ ഇടയിലായിരുന്നേ. അപ്പോൾ എൻ്റെ പിള്ളേർ ഫാറ്റ് ആൻഡ് ഫ്രീ എന്ന് വിളിച്ചിട്ടായിരുന്നു കളിയാക്കുന്നത്. അന്ന് ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഫാറ്റ് ആൻഡ് ഫ്രീയുടെ ഒരു മെഡിസിൻ്റെ, അത് കഴിച്ചാൽ വണ്ണം കുറയുമെന്ന് പറഞ്ഞ്. പിന്നെ ഹൈസ്കൂളായി, ഹയർ സെക്കൻഡറി ആയി, ഇതിലൊന്നും എൻ്റെ ഈ വണ്ണത്തിൻ്റെ പ്ലേസിന് ആർക്കും വിട്ടുവരുത്തിട്ടില്ല. ഞാൻ തന്നെയായിരുന്നു ഏറ്റവും വണ്ണമുള്ള കുട്ടി. പിന്നെ ഞാൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് ഷിഫ്റ്റായി. ഒരു 4 വർഷം ട്രിവാൻഡ്രത്തായിരുന്നേ. ആ സമയത്ത് എൻ്റെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഒന്ന് ട്വിസ്റ്റായി. ഇപ്പം ഞാൻ വെയിറ്റ് ഒന്ന് സ്റ്റക്കായി. അതായത് വെയിറ്റ് കുറഞ്ഞില്ല, വെയിറ്റ് ഇങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അതായത് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ എൻ്റെ 64 എന്തായിരുന്നു വെയിറ്റ്. ആ 64 തന്നെ 4 വർഷം ഞാൻ 64ൽ തന്നെ അങ്ങ് നിന്നു. കാരണം ഞാൻ ഹോസ്റ്റലിലെ ഫുഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഡിന്നർ കഴിക്കില്ല, ലഞ്ച് കഴിക്കില്ല. അതിനുശേഷമായിരുന്നു എൻ്റെ മാരേജ് കഴിഞ്ഞോടുകൂടി പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരു 3 ആഴ്ച കൊണ്ട് ഞാനൊരു 10 kg വെയിറ്റ് ഗെയിൻ ആയി. കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ 66 kg ആയിരുന്നു എൻ്റെ വെയിറ്റ്. അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് 76ലോട്ട് മാറി. അതൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഓൾറെഡി വണ്ണുള്ള ആളാണെങ്കിൽ പോലും ഈ 3 ആഴ്ച കൊണ്ട് ഒറ്റയടിക്ക് 10 കിലോ കൂടിയപ്പോൾ എനിക്കത് മെൻ്റലിയും ഫിസിക്കലിയും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നൊക്കെ പോണ ടൈമായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാവരും നമ്മളെ കാണാൻ പറയും, അയ്യോ ഇത്രയും വണ്ണം വെച്ചോ, എന്താ പെട്ടെന്ന് വണ്ണം വെച്ചോ, തൈറോയിഡ് ഉണ്ടോ, അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം ചെയ്തു. തൈറോയിഡ്, നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്തു. അതിലെല്ലാം നോർമലാണ്, എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് തൊട്ടേ ഞാൻ ട്രൈ ചെയ്യുന്നതാണ് ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഷുഗർ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്രയും ഇഷ്ടമാണ് എനിക്ക് ഷുഗർ ഉണ്ടെങ്കിലാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ. എനിക്ക് ദിവസത്തിൽ എന്തെങ്കിലും ഒരു ലഡുവോ ഒരു ഐസ്ക്രീമോ എന്തെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പം ഞാൻ ഡയറ്റ് എടുക്കുന്നതിൻ്റെ ആദ്യം ഞാൻ ഡയറ്റ് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്യില്ല, ചോറ് അപ്പം ദോശ ഇടിയപ്പമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇത് സങ്കടപ്പെടുക, അയ്യോ എൻ്റെ വെയിറ്റ് കുറയുന്നില്ലല്ലോ. അങ്ങനെ 2-3 മാസം ഞാനിത് ട്രൈ ചെയ്തു. ചോറ്, ദോശ, ഇഡ്ഡലി എല്ലാം അവോയ്ഡ് ചെയ്ത് നോക്കി. പക്ഷെ എൻ്റെ വെയിറ്റ് ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. എൻ്റെ LDH കൂടി, കാൽഷ്യം ലെവൽ കുറഞ്ഞു, വൈറ്റമിൻ D3 ഒക്കെ ഭയങ്കര ലോ ആയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞു, ഇനി നീ ഒന്നും ചെയ്യണ്ട, നീ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നാൽ മതി, വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ ഞാൻ ഡയറ്റ് എല്ലാം നിർത്തി വീണ്ടും എൻ്റെ പഴയ ഫുഡിങ് പരിപാടിയിലോട്ടൊക്കെ ഞാൻ പോയി. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി, ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ വെയിറ്റ് വെച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഏറ്റവും മാക്സിമം വെയിറ്റ് ഗെയിനിലാണ് നിന്നത്. അപ്പോൾ ഇനി വെയിറ്റ് വെക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും ആ ഒരു 70-80 തന്നെയായിരുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മോക്ക് 2 വയസ്സായപ്പോഴാണ് എനിക്ക് ജോലി കിട്ടുന്നത്. ഞാനിവിടെ പഞ്ചാബിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാണ്. ജോലി കിട്ടിക്കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയ പിന്നെയാണ് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു സിൻസിയറായിട്ടുള്ളൊരു ബോധം വന്നു തുടങ്ങിയത്. കാരണം എൻ്റെ കൊളീഗ്സൊക്കെ നല്ല ഫിറ്റ് ആൾക്കാരാണ്, അവരെല്ലാം ജിമ്മിൽ പോയി കറക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത് അപ്പോഴാണ് വെയിറ്റ് കുറയ്ക്കണമെന്നുള്ള. അങ്ങനെ പക്ഷേ എനിക്ക് ജിമ്മിൽ പോകാനായിട്ട് യാതൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിപ്പോൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ. 9 to 5 ആയിരുന്നു എൻ്റെ ഡ്യൂട്ടി. പിന്നെ 9 to 5 ഒരു ആൻറ്റി വരും കുട്ടീനെ നോക്കാനായിട്ട്. പിന്നെ ഞാൻ ഹസ്ബൻഡ് ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ എടുത്തിട്ടാണ് മോളെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജിമ്മിൽ പോകാൻ എനിക്കൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ ഒരു 2-3 മാസം വരെ ഞാൻ റിസർച്ച് ചെയ്തു, ജിമ്മിലൊന്ന് പോകാതെ നമ്മൾ ഡയറ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാമെന്ന്. 2-3 മാസം കൊണ്ട് ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ മൈൻഡിനൊന്ന് പ്രിപ്പയർ ആക്കി എടുത്തു. കാരണം നമുക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അതായത് നമുക്ക് ദേഷ്യം പിടിച്ച് മൂടിയായിട്ട് ഒന്നും വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും നമുക്ക് ഒരാളോട് ദേഷ്യപ്പെട്ട് ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ കുറച്ച് സമയം എടുത്ത് എൻ്റെ മനസ്സിനെ തന്നെ ഒന്ന് സെറ്റായി. കാരണം വെയിറ്റ് കുറയ്ക്കണം, എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. പിന്നെ എൻ്റെ ഒത്തിരി പാകാവാതെ പോയ ഡ്രസ്സുകളൊക്കെ ഞാൻ എൻ്റെ ഷെൽഫിൽ ഏറ്റവും മുകളിൽ തന്നെ ഞാൻ അടക്കി വെച്ചു. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം വരും, ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഇടാൻ പറ്റണം, ഈ ഡ്രസ്സ് ഇട്ടിരുന്ന സമയത്ത് വെയിറ്റ് എനിക്ക് ആക്കണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം എനിക്ക് വരാൻ വേണ്ടി ഞാൻ എൻ്റെ ഷെൽഫിൽ മുകളിലായിട്ട് വെച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് റംസാൻ്റെ ഒരു സമയമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പ് എടുക്കണം. അപ്പം ഞാൻ ആ നോമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ സാധാരണ ജ്യൂസ് ഷേക്ക് ഒക്കെ ഞാൻ കുടിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതെല്ലാം ഒഴിവാക്കി. ഷേക്ക്, ജ്യൂസ്, ഐസ്ക്രീം, ചായ വരെ ഒഴിവാക്കി. ഞാൻ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു ഇഫ്താറിൻ്റെ സമയത്ത്. ഞാൻ അതെല്ലാം ഒഴിവാക്കി. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഷുഗർ കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം കഴിക്കുമായിരുന്നു. നോമ്പിന് നമുക്ക് ഫ്രൈ ആയിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. എന്താണ് കടി ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് കഴിക്കും. പിന്നെ ചോറ് കഴിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 1 മാസം ഞാൻ ഈ നോമ്പിൽ ഞാൻ അതൊന്ന് ചെറുതായിട്ട് ഫോളോ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു 5 kg വെയിറ്റ് ലോസ് ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, നമ്മളൊരു നോമ്പെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫാസ്റ്റിങ്ങിൽ പകല് നമ്മളൊന്നും കഴിക്കുന്നില്ല, രാത്രി കഴിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എൻ്റെ ബോഡിയിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തില്ല. നെക്സ്റ്റ് ഡേ തന്നെ ഞാനിപ്പോൾ ഫോളോ ചെയ്തിരുന്നത് 18:6 എന്ന് പറഞ്ഞ വിൻഡോ ആയിരുന്നേ. അപ്പം ഞാൻ രാവിലെ അതായത് ഉച്ചയ്ക്ക് 2 മണി വരെ ഞാൻ ഫാസ്റ്റിങ്ങിലായിരിക്കും. രാത്രി 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ, പിന്നീട് 2 മണി തൊട്ട് രാത്രി 9 മണി വരെ ഫുഡ് കഴിക്കും. അങ്ങനത്തെ ഒരു വിൻഡോയാണ് ഞാൻ ഫോളോ ചെയ്തത്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, എനിക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതിന് രാത്രിത്തെ ഫുഡ്. രാത്രിയാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ടൈം ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ. ചിലർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള രാവിലത്തത് ഈറ്റിംഗ് വിൻഡോ ആയിട്ട് ചൂസ് ചെയ്യണം. നിങ്ങൾ ഒറ്റയടിക്ക് 18:6 ഫോളോ ചെയ്യാതെ 12:12, അതുപോലെ 15:8, അങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് 18:6 അപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് ചെയ്യണ സമയത്ത് ഞാൻ ഈ ഫാസ്റ്റിംഗ് ടൈമിൽ ഞാൻ ഗ്രീൻ ടീ, ബ്ലാക്ക് കോഫി, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. ഒരു 3 ലിറ്റർ വെള്ളം, 3-3.5 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക വിശക്കത്തില്ല. പിന്നെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഈറ്റിംഗ് വിൻഡോയിൽ ഞാൻ കൂടുതലായിട്ട് കഴിച്ചത് ചോറ് ഞാൻ കഴിക്കുമായിരുന്നു, എല്ലാം കഴിക്കുമായിരുന്നു. മെയിനായിട്ട് ഷുഗറാണ് ഞാൻ കട്ട് ചെയ്തത്. ഷുഗറായിട്ട് ഒന്നിനും കഴിക്കില്ലായിരുന്നു. ഫ്രൂട്ട്സ് കഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പുറത്തു നിന്നുള്ള ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്സ്, ചായ ഞാൻ പാടെ ഒഴിവാക്കിയിരുന്നു, പാലൊന്നും കുടിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഷുഗർ ക്രേവിങ്സ് വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളൊക്കെ നോക്കി ഒത്തിരി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമായിരുന്നു. ഷുഗർ ഫ്രീ ആയിട്ടുള്ള എനർജി ബോൾ ഉണ്ട്, ഡേറ്റ്സ് വെച്ച് ഉണ്ടാക്കുന്ന, അത് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുമായിരുന്നു, ഓട്സ് സ്മൂത്തി, പിന്നെ ബ്ലൂബെറി സ്മൂത്തി, അവഗാഡോ സ്മൂത്തി, പിന്നെ ഞാൻ ചിയാ സീഡ് പുഡിങ്, പിന്നെ നമുക്കൊരു പീനട്ട് ബട്ടർ കിട്ടും, അതും റോബസ്റ്റ പഴമൊടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ചെറിയൊരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഫീലാണ്, അതുപോലെ കഴിക്കുമായിരുന്നു. അപ്പം നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി നമുക്ക് ഷുഗർ ക്രേവിങ്സിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ 2ാമത്തെ മാസം പ്രോപ്പർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ഒരു 4 കിലോ കൂടി കുറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ മൊത്തം റംസാൻ്റെ സമയത്തും ഞാനൊരു 5 കിലോ, പിന്നെ അടുത്തത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തൊരു 4 കിലോ അടുപ്പിച്ച് കുറഞ്ഞപ്പോൾ ഞാനൊരു 8-9 kg വെയിറ്റ് ലോസ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടാറില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ സമയത്ത് ഒരു 1 hour ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പോൾ ഞാൻ വാക്ക് ചെയ്യുമായിരുന്നു. ഒരു 6000-7000 സ്റ്റെപ്പ് ഞാൻ നടക്കുമായിരുന്നു 35 minutes. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എക്സസൈസ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഡയറ്റ് നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ഒന്നും വെച്ചില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 1 കിലോ ഒന്ന് കൂടി, അത് അല്ലാതെ കൂടിയില്ല. കാരണം ഞാനിപ്പോഴും ഒരു വെയിറ്റ് ബാലൻസ്ഡ് ഡയറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഞാൻ ഡയറ്റ് എടുത്ത സമയത്ത് എനിക്ക് ഒത്തിരി കുറഞ്ഞു. എൻ്റെ ഷുഗറിനോടുള്ള അമിതമായ ആർത്തി ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞു. പിന്നെ എൻ്റെ ആങ്ഷൈറ്റി ഉണ്ടായിരുന്നു, എനിക്ക് ഡിപ്രഷൻ, ഇതൊക്കെ എനിക്ക് ഒത്തിരി മാറ്റം വന്നു. അപ്പം വെയിറ്റ് കുറയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മൾ വിചാരിച്ച് ഉറപ്പായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ച് നടക്കാത്ത ഒരു കാര്യമില്ല. എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഇതുപോലെ കീറ്റോ ഡയറ്റ്, എന്താ പറയുക, ഈ എഗ് ഡയറ്റ്, ബനാന ഡയറ്റ്, അങ്ങനത്തെ ഡയറ്റൊന്നും ഫോളോ ചെയ്യാതെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഷുഗർ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഡയറ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്ത ഡയറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും, ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.